ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം. UDF-ന്റെയും LDF-ന്റെയും മറ്റ് നേതാക്കൾ കൂടി വിഷയം ഏറ്റുപിടിച്ചതോടെ തർക്കം നീണ്ടു. അതിലൊരു അവ്യക്തത വേണ്ട, അത് അന്നത്തെ ഗവൺമെന്റ് ഓർഡർ. അപ്പൊ അതുകൊണ്ട് അതാണ് ഇപ്പൊ ചെയർപേഴ്സൺ പറഞ്ഞത്. അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിന്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു അവ്യക്തത വേണ്ട, അത് അന്നത്തെ ഓർഡർ ആണിത്. ശരി ശരി, അതൊരു കുഴപ്പമില്ല. രണ്ട് വർത്താനം മാഡം പറയരുത്. മാഡത്തിന്റെ അവിടെ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല എന്നാണ്. ഇത് ഓർഡറാണ്. ഒരു കാര്യം ചെയ്താട്ടെ, നമുക്കൊരു കാര്യം, ഇതൊരു ഗവൺമെന്റ് ഓർഡർ ആണല്ലോ. അപ്പൊ ഞാൻ നമുക്കതിലൊരു അങ്ങനെ ഒരു പൊതുവായ വികാരമല്ലേ, ഒരു നാടിന്റെ വികാരമല്ലേ ഗവൺമെന്റ് ഓർഡർ. അപ്പൊ അതുകൊണ്ട് അതാണിപ്പോ ചെയർപേഴ്സൺ പറഞ്ഞത്. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി നമുക്കിപ്പം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, സർക്കാർ ഉത്തരവൊക്കെ മന്ത്രി ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ നഗരസഭാ ചെയർപേഴ്സൺ പറയുന്ന ഒരു കാര്യം, രണ്ട് കാര്യം പറയരുത്. എന്തിനെ ചൊല്ലിയാണ്, എന്താണ് ഈ സർക്കാർ ഉത്തരവ്, എന്താണ് വിഷയം? ആര്യ, മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലി കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നത്തെ പറ്റിയാണ് ഈ ഒരു പരസ്യ വാക്കേറ്റം അല്ലെങ്കിൽ തർക്കം ഈ പൊതുവേദിയിൽ വെച്ച് നടക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിലായി ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയത്. അതിനുശേഷം മൈക്കിൽ MLA UA ലത്തീഫാണ് ഈ ഒരു വിഷയം ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെ മൈക്കിൽ തന്നെ വന്ന് മറുപടി പറയുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത്തരത്തിൽ 2016 തന്നെ നഗരസഭയ്ക്ക് ജനറൽ ആശുപത്രിയുടെ അനുമതി നൽകി എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അനുമതി ലഭിച്ചില്ല എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ആബിദ കൂടി വേദിയിലെത്തി മൈക്കിൽ പറയുന്നു. കാണികളിൽ നിന്ന് DYFI പ്രവർത്തകർ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആർപ്പുവിളികളൊക്കെ വരാൻ തുടങ്ങി. ഒടുവിൽ കാണികൾ തന്നെ അത്തരത്തിൽ കൂക്കുവിളികളൊക്കെ വരുന്നതോടുകൂടി തന്നെയാണ് ഈ ഒരു പരസ്യ വാക്കേറ്റം അവസാനിച്ചത് എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയായാലും ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ കാലങ്ങളായി തുടരുന്നുണ്ട്. എന്താകും മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഭാവി എന്നുള്ളതാണ്